രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുമെന്ന കാര്യം തീരുമാനമായതോടെ മണ്ഡലത്തിൽ പ്രതിഷേധം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് രാഹുൽ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വോട്ടർമാരെ വഞ്ചിക്കുന്ന തീരുമാനമെന്ന് അന്നുയർന്ന വിമർശനം ശക്തമാവുകയാണ്. വയനാട് സ്വന്തം കുടുംബമെന്ന് പ്രഖ്യാപിച്ച രാഹുൽ വയനാട് ഉപേക്ഷിക്കുകയാണ്. റായ്ബറേലി രാഹുൽ ഉപേക്ഷിക്കാതിരിക്കുന്നതിനും കുടുംബബന്ധമാണ് കാരണം. റായ്ബറേലിയിൽ വിജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കാനുള്ള തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നതായാണ് വിവരം. എന്നാൽ നേതൃത്വം ഇത് മറച്ചുവെച്ചു. രാഹുൽ ഉപേക്ഷിച്ചാൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന പ്രചാരണമാണ് വിമർശനം ശക്തമായതോടെ നേതൃത്വം പ്രചരിപ്പിച്ചത്. എന്നാൽ ആ സാധ്യതയും അവസാനിച്ചതോടെ കോൺഗ്രസിന് മറുപടിയില്ല. മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഇക്കാര്യം വിശദീകരിക്കണമെന്നതും കോൺഗ്രസിന് പ്രതിസന്ധിയാവും. മണ്ഡലത്തിനോട് അനീതി കാട്ടിയെന്ന പൊതുവിമർശനം ശക്തമാവുകയാണ്. വയനാടിന്റെ തറവാടാണെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി ഒരു തെരഞ്ഞെടുപ്പ് കൂടി വയനാട്ടിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ ആകെ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ വികസന പ്രവർത്തനങ്ങളെ ആകെ ബാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ ഇവിടുത്തെ ജനങ്ങളെ അയാൾ വഞ്ചിക്കൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുത്തെ രാജിവെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ രാഹുൽ ഗാന്ധി വഞ്ചിച്ചിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണമാണ് കോൺഗ്രസ് നടത്തുന്നതെങ്കിലും പല സംസ്ഥാന നേതാക്കളും സീറ്റിനായി ചരടുവലികൾ തുടങ്ങി. പ്രിയങ്ക അല്ലെങ്കിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയം തലവേദനയാകുമെന്ന് നേതാക്കൾ തന്നെ പറയുന്നു. പ്രതികൂല സാഹചര്യം രാഹുൽ ഗാന്ധിയെ എത്തിച്ച് മറികടക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് സ്വീകരിക്കുക എന്നാണ് വിവരം. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ വയനാടിനോടുള്ള വൈകാരികമായ ബന്ധം വിശദീകരിച്ചിരുന്ന രാഹുലിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടും. അത് മറികടക്കുക കഠിനവുമാവും. കൈരളി ന്യൂസ്, വയനാട്.